ഹലോ ഫ്രണ്ട്സ്, ബൊഗൈൻവില്ലയുടെ ഒരു അടിപൊളി ജുവൽ വെറൈറ്റിയാണിത്. പീച്ച് ഓറഞ്ച് കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സുകളാണ് ഓൺലൈനിൽ അയച്ചു തരുന്നത്. ഇതൊരു അടിപൊളി വെൽവെറ്റ് സ്ട്രക്ചർ വരുന്ന ഒരു ബിഗോണിയാണ്. നല്ല ഭംഗിയാണ്. അധികം വെള്ളമൊന്നും വേണ്ട, ലോ കെയർ മതി. പെട്ടെന്ന് കയറി നല്ല ബുഷിയായിട്ട് കിട്ടും. ഇത് ആസ്പെരാഗസ് ഫേണാണ്. ഇത് പിങ്ക് ഡോട്ടും ഗ്രീൻ ഡോട്ടൊക്കെ വരുന്ന ഒരു പേരറിയത്തില്ല, ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ. ഇൻഡോറാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്താം, ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റും കേട്ടോ. ബാൽസത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റും ആണ് ഇപ്പോൾ അവൈലബിൾ. കട്ടിങ്സ് അവൈലബിൾ അല്ല കേട്ടോ. ഇത് നമ്മുടെ ശതാപ്പൂവാണ്. ശതാപ്പൂവിൻ്റെ പൂ വന്ന് തുടങ്ങിയതുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കയ്യിൽ കെട്ടിക്കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ശതാപ്പൂ. ഏഞ്ചൽ ഓണിയയുടെ ഈ സൈസ് തൈലെത്തിയിട്ടുണ്ട്. പിങ്ക് കളറാണ് ഫ്ലവർ വരുന്നത്. ഇതിലൊക്കെ പൂ നിന്നെയാണ്, പൂ കൊഴിഞ്ഞു. ഈ കാണുന്നത് നമ്മുടെ ഗ്രാമ്പൂവാണ്. ഗ്രാമ്പൂ നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് വളരുകയും നമ്മുടെ ക്ലൈമറ്റിൽ നിറയെ വിളവ് തരികയും ചെയ്യുന്നതിനാണ്. അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. വെരിഗേറ്റഡ് ചെമ്പരത്തിയുടെയും തൈകളെത്തിയിട്ടുണ്ട്. പൂവ് നാടൻ ഡാർക്ക് റെഡ് ഫ്ലവർ തന്നെയാണ്. ബിഗോണിയയുടെ കെയിൻ ബിഗോണിയയുടെ സിൽവറും പിങ്ക് ഡോട്ട് വരുന്നതും 2 ടൈപ്പ് ഉണ്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ലീഫ് വന്നിട്ട് റെഡ് കളറിലാണ് വരുന്നത്. അതിൽ ഈ പിങ്ക് ഡോട്ടും ബ്ലാക്കും കൂടി ചേർന്ന് വരുന്നിട്ടുണ്ട്. പെട്ടെന്ന് കണ്ട പ്ലാസ്റ്റിക് എന്ന് പറയൂ. വെങ്കയുടെ തൈകൾ ഡാർക്ക് മജന്ത വന്നിട്ടുണ്ട്. വെർബീനിയയുടെ മെറൂണ്, പിങ്ക്, വൈറ്റ്, ബ്ലൂ ഇത്രയും കളേഴ്സ് ഉണ്ട്. അപ്പം അതും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. വാട്ടർ പോപ്പിയുടെ തൈകൾ വീണ്ടും അവൈലബിൾ ആണ്. ജസ്റ്റിക്കയുടെ ഫ്ലവർ വന്ന് ബുഷി തൈകളാണുള്ളത്. ഇത് കേർലി ചുരുണ്ട് വന്ന കേർലി തെച്ചിയാണ്. വളരെ നല്ലൊരു ഹൈബ്രിഡ് ഇനമാണ്. വേഗം ഫ്ലവർ വരികയും ചെയ്യും. ഇല ചുരുണ്ട് വന്നിട്ട് ഡാർക്ക് റെഡ് ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഇത് നമ്മുടെ അറബിക് ജാസ്മിനാണ്. അറബിക് ജാസ്മിൻ്റെ വളരെ കുറച്ച് തൈകളെത്തിയിട്ടുണ്ട്. കട്ടയ്ക്കാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത്. നല്ലോണം പൂവ് തരുകയും ചെയ്യും. ഇത് നമുക്ക് പടർത്തി വിടുകയും ചെയ്യാം, ബുഷിയായിട്ട് പോട്ടിൽ വളർത്തുകയും ചെയ്യാം. വെട്ടി നിർത്തിയാൽ ബുഷിയായിട്ട് വളർന്നു കിട്ടും. ചുവപ്പ് തെച്ചികളും വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒടുങ്കല്ലി മുളകെന്ന് പറയും. ഈ മീൻ കറിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര മണവും ടേസ്റ്റും വരുന്ന ഒരു അടിപൊളി മുളകാണ്. ഉണ്ട മുളകാണ്, ഭയങ്കര എരിവാണ്. ഈ ടൈ ഡിലൈറ്റിൻ്റെ ലീഫ് പോലെയാണ് ഇരിക്കുന്നത്. ബട്ടർഫ്ലൈയുടെ ഫ്ലവേഴ്സിനോട് സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ്. പനാമ റോസിൻ്റെ പിങ്കിൻ്റെ തൈകളുണ്ട്. ഫ്ലവറുള്ള തൈകളാണ് നിലവിലുള്ളത്.